മലേഷ്യയിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. ഇന്നാണ് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. നമ്മൾ എല്ലാ ലഗേജസും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് KL ടവറാണ്, ക്വാലലംപൂർ ടവർ. KL ടവറിൽ 2 ടൈപ്പ് ഡെക്കുണ്ട്. ഒന്ന് ഒബ്സർവേഷൻ ഡെക്കും സ്കൈ ഡെക്കും. അപ്പം നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നത് ഒബ്സർവേഷൻ ഡെക്കാണ്. അതിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ ക്യൂ ആണ് നിങ്ങളെ കാണുന്നത്. സ്കൈ ഡെക്ക് എന്ന് പറയുന്നത് കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് ഗ്ലാസ് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജില്ലേ അതുപോലത്തെ ഒക്കെ ഉള്ളൊരു ഏറ്റവും ടോപ്പിൽ പോകുന്ന ഒരു ഡെക്കാണ്. ഒബ്സർവേഷൻ ഡെക്ക് എന്ന് പറയുന്നത് ഇൻഡോർ ആണ്, കുറച്ചുകൂടി സേഫാണ്. നമുക്ക് 2 സ്ഥലത്ത് നിന്നാലും ഫുൾ വ്യൂ കാണാം. വേൾഡിലെ 7th ടോളസ്റ്റ് ടവറാണ് KL ടവർ. 6 ഫ്ലോറാണ് ഉള്ളത്, 6 ഫ്ലോറാണ്. ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് ക്വാലലംപൂരിലെ. ടോപ്പ് ഓഫ് ദി ഏരിയയിൽ റെസ്റ്റോറൻറ്റും ഉണ്ട്, ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഈ ഒബ്സർവേഷൻ ഡെക്കിലൂടെ നോക്കുമ്പോൾ നമ്മൾ മലേഷ്യയിലെ 360 ഡിഗ്രിയിൽ നമുക്ക് മലേഷ്യ കാണാനായിട്ട് പറ്റും. പെട്രോണാസ് ടവറൊക്കെ നമ്മൾ അടുത്ത് കണ്ട സംഭവങ്ങളൊക്കെ ഇതുപോലെ ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് നമ്മൾ ലിഫ്റ്റ് ത്രൂ കയറാൻ പറ്റും. അത് ജസ്റ്റ് ആ ടവറിൻ്റെ താഴെ നിന്ന് 54 സെക്കൻഡ്സ് എടുത്തിട്ടുള്ളൂ. താഴേക്ക് വരാനായിട്ട് 52 സെക്കൻഡ്സ് അത്രേ എടുത്തിട്ടുള്ളൂ. ആ ലിഫ്റ്റിൻ്റെ സ്പീഡ് അത്രയും ഉണ്ട്. $421 ഉയരമുള്ള, അതായത് 1381 അടി ഉയരമുണ്ട് ആക്ച്വലി ഈ ടവറിന്. ആ ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് എത്തുന്ന ഒരു ടൈമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കയറിയപ്പോൾ പറഞ്ഞില്ല കേട്ടോ ഇത്ര സ്പീഡുണ്ടെന്ന്. താഴെ എത്തിക്കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയത്. ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളൊരു ഗ്രൂപ്പാണല്ലോ, ഒരു ട്രൂപ്പായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ആ പിക്ചറൊക്കെ നല്ല അതിൻ്റെ ആ ഒരു ഗ്രീനറിയാണ്, ആ ഒരു അവരിട്ടേക്കുന്ന ആ മാറ്റിൻ്റെ ആ ഗ്രീനറിയിൽ ആ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കായിരുന്നു. ബെലൈസ് ചോക്ലേറ്റ് കിങ്ഡം എന്നാണ് പേര്. ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ അവർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു, നമ്മുടെ ട്രാവൽസുകാർ. അതിന് നമ്മൾ ധീരുവിനെ കൊണ്ട് അങ്ങോട്ടേക്ക് കയറി എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവൻ ഓട്ടം തുടങ്ങി. അവൻ്റെ ഫേവറേറ്റ് ഏരിയ ആയിരുന്നു. ചോക്ലേറ്റ്സ് ഒക്കെ അവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കൊക്കോ എല്ലാം എടുത്ത് അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ നല്ല വിശദമായിട്ട് കാണിച്ചു തന്നു. There's a new one. So means that we cannot fast for tomorrow. So morning, so we have to go to the mosque, pray. ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഓൺ ദ വേയിൽ ഈ ഹോട്ടലാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്നത്. ഹവേലി ക്വാലലംപൂർ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് എൻട്രൻസിലേക്ക് കയറി കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നേപ്പാളി മല്ലു കപ്പിൾസ് ഇല്ലേ, ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ അക്വേറിയയിൽ പോയപ്പോൾ മീറ്റ് ചെയ്തതാണ് അവരെ സർപ്രൈസിംഗ്ലി ഇവിടെ വെച്ചും കണ്ടു. ഞങ്ങൾ എല്ലാം കോയിൻസിഡൻ്റ് ആയിട്ടായിരുന്നു കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവരെ കണ്ടു, ഹായ് ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ്
ഞങ്ങൾക്ക് KLCCയിൽ പെട്രോണാസ് ടവർ ശരിക്കും ഒന്നുകൂടി പകൽ ഇതിൽ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം. അത് എത്ര കണ്ടാലും മതി വരാത്തൊരു ടവറാണ് എനിക്ക് പെട്രോണാസ് ടവർ. അത് നൈറ്റ് വ്യൂ ആണെങ്കിൽ ശരിക്കും അതൊരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും അതിലേക്ക് നോക്കി നിൽക്കാൻ തന്നെ എനിക്ക് സമയം പോകുന്ന അറിയുന്നേ ഉണ്ടായില്ല. അപ്പം മോർണിംഗും കൂടി ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഓൺ ദ വേയിൽ ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനായിട്ട് ബെർജായ ടൈം സ്ക്വയർ ഒരു വലിയൊരു ഷോപ്പിംഗ് മോളാണ്. ഞങ്ങൾക്ക് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വഴിക്ക് ഞങ്ങൾ വിട്ടു തന്നു. ഇന്ന ടൈം പറഞ്ഞു, ഇന്ന ടൈമിൽ നമുക്ക് തിരിച്ച് ഇവിടെ ഒരു പോയിന്റ് നമുക്ക് തന്നു, അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടൈം സ്ക്വയറിൽ കയറി, ഷോപ്പിങ്ങിനായിട്ട് കയറി. ലയണിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവൻ ലയണായി മാറി ഗൈസ്. അയ്യോ കടവുളെ, ടാറ്റ ടാറ്റ. നഴ്സറി നമ്മൾ ഡേ സ്കൂളിൽ പോണ പാട്ട് ഏതായിരുന്നു? അതായിരുന്നോ? നല്ല രസമായിരുന്നു കേൾക്കാൻ. പിന്നെ ഈ മലബാരി ഗ്യാങ്ങിൻ്റെ പാട്ടും കൂടെ ഒന്ന് പാടിക്കുക, അമ്മ കേൾക്കട്ടെ. ബായോ? അങ്ങനെയാണോ? There is a heavily traffic, so means we have to ride. The journey take about 1 hour. So based on my experience, normally if we send you to Putrajaya to take a photo, just only 10 minutes take photo. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ആക്ച്വലി ടൂറിൻ്റെ എൻഡ് ആവാറായി. അപ്പോൾ വൺ ലാസ്റ്റ് സൈറ്റും കൂടെ ഉണ്ട്, പുത്രജയ. അങ്ങോട്ടേക്ക് പോവുകയാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു സ്കൈയൊക്കെ. പുത്രജയ എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഏരിയ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. അവിടുത്തെ ഈ മലേഷ്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററാണ് പുത്രജയ എന്ന് പറയുന്ന സ്ഥലം. It's the office, alright? Okay. Scene 2. Just now I did mention about Putrajaya divided all around about. Further down there is a Prime Minister office and Minister of Malaysia.
Okay, on your right side, this is the accountant department of ഈ കാണുന്ന ബിൽഡിംഗ് ആണ് മലേഷ്യയിലെ പ്രൈം മിനിസ്റ്റർ ഓഫീസ്. ഈ കോംപ്ലക്സിന് പറയുന്നത് പെർദാന പുത്ര എന്നാണ്. കുറച്ച് മിനിറ്റുകൾ മാത്രമേ നമ്മളവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. ജസ്റ്റ് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ്. നമ്മുടെ ലാസ്റ്റ് ഡേ എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു. പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചിട്ടാണ് പോയത്. മലബാറി അതൊരു പാട്ടാണ്. അതിന് കുഞ്ഞ് മറ്റേ പാട്ട് പഠിക്കേ. ആ നഴ്സറി പോണ പാട്ട് പാട്. നോക്കല്ലേ ബോലോന ബോലോന അവന് സിനിമാ പാട്ടാണ് പാടിയ, ഹിന്ദി പാട്ട്. Wheels on the bus go round and round, round and round. Wheel on the bus go round and round. Oh, to the town. കടിക്കുന്നത്. Wipers on the bus. Wipers on the bus. Oh, to the town. The horns on the bus go. Beep 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 beep. On the bus go beep beep beep. On to the town. Ini saat.
അമൃതമാണു